16ാമത്തെ മന്ത്രം ഒരു സാധനാവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടല്ല, യോഗമാർഗത്തിലുള്ള ഒരു സാധനയെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് സംശയങ്ങൾ വരാവുന്ന ഒരു മന്ത്രമാണ്. നോക്കാം. ശതം ചൈകാ ഹൃദയസ്യ നാഡ്യഃ താസാം മൂർധാനമഭിനിസൃതൈകാ തയോർധ്വമായാന്നമൃതത്വമേധി വിശ്വങ്ങന്യ ഉത്ക്രമണേ ഭവന്തി. ഹൃദയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് 101 നാഡികളുണ്ട്. അവയിൽ വെച്ച് ഒന്ന് ശിരസിനെ ഭേദിച്ചുകൊണ്ട് ശിരസിൻ്റെ അറ്റം വരെ പോകുന്നു. അതിലൂടെ ഉപരിമണ്ഡലത്തിലെത്തിയ ജീവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. മറ്റു നാഡികളിലൂടെ പോകുന്ന ജീവൻ മരണകാലത്ത് നിർഗമിക്കുന്നെങ്കിൽ വീണ്ടും ശരീരപ്രാപ്തിക്ക് ഹേതുവാകുന്നു. ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സാധനാവിധികൾ പല വിധത്തിലുണ്ട്. ജ്ഞാനമാർഗം, ഭക്തിമാർഗം, യോഗമാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഉണ്ട്. ഓരോരുത്തർക്കും ഏതാണോ ചേരുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ വിധത്തിലാണ് സ്വീകരിക്കുക. യോഗമാർഗത്തിലൂടെ സ്വീകരിക്കുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഒരു ശരീരം, സൂക്ഷ്മ ശരീരത്തിൽ നാഡികളെക്കുറിച്ച് പറയുന്നുണ്ട്. മുഖ്യമായിട്ട് നമ്മൾ കേട്ട കുറേ നാഡികൾ ഇട, പിംഗള, സുഷുമ്ന എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ പറയുന്നു ഹൃദയത്തിനോട് ചേർന്നിട്ട് ഇന്ന് സ്രോതസ്സിനോട് ചേർന്നുകൊണ്ട് 101 നാഡികളുണ്ട്. അതിൽ സുഷുമ്ന ഒരു നാഡി, മൂലാധാരം മുതൽ സഹസ്രാരം വരെ എത്തുന്ന ഒരു നാഡി. നാഡി എന്ന് പറഞ്ഞ ഊർജ്ജ പ്രവാഹമാണ്, ശക്തി പ്രവാഹത്തിൻ്റെ വഴികളാണ് നാഡി എന്ന് പറയുന്നത്. ഈ സുഷുമ്ന നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അത് ഇങ്ങനെ നട്ടൽ മുറിച്ച് നോക്കിയാൽ കാണുമൊന്നുമില്ല. കാരണം ഇതൊക്കെ സൂക്ഷ്മതലത്ത് സൂക്ഷ്മ ശരീരങ്ങളിലുള്ളതാണ്. യോഗമാർഗത്തിലൂടെ സാധന ചെയ്യുന്നവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ചക്രത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അങ്ങനെ മുന്നോട്ട് സിദ്ധികളും അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അതിനുദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ സുഷുമ്നയിലൂടെ മുന്നോട്ട് പുരോഗമിച്ച് സഹസ്രാരം വരെ എത്തുന്നവർ മുക്ത അവസ്ഥയിലെത്തി. അല്ലാത്തവർ വീണ്ടും ഈ സംസാരത്തിൽ തന്നെ തുടരുന്നു. അവരുടെ സംസാരാനുഭവങ്ങൾ കഴിയുന്നില്ല. അപ്പോൾ സംസാരാനുഭവം നശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഈ ശക്തിയെ, നമ്മൾ യോഗത്തിൻ്റെ ഭാഷ പറയണമെങ്കിൽ കുണ്ടലിനി ശക്തിയെ സുഷുമ്നാ നാഡിയിലൂടെ ഉയർത്തി സഹസ്രാരത്തിലെത്തിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ മുക്തി ഉള്ളൂ, അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പോഴാണ് ഈ ജ്ഞാനമാർഗം, ഭക്തിമാർഗം, പരമമായ ഭക്തിയിലൂടെയും സംഭവിക്കുന്നത് ഇതാണ്. ഉയർന്ന തലങ്ങളിലേക്ക് എത്തും ബോധം. ഈ ബോധത്തിൻ്റെ ഉയർച്ചയ്ക്ക് തന്നെയാണ് കുണ്ടലിനി ശക്തി വരിക പറയുന്നത്. ഓരോരുത്തർക്കും അറിവിൻ്റെ ഓരോ തലമാണ്. യോഗികൾ എല്ലാവരും എത്തിച്ചേരുന്നത് ഒരേ തലത്തിലാണ്. അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കുള്ള അനുഭൂതിയും ഒരേപോലെയാണ്. അത് ആ തലത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മാർഗം പലതാണ്. ജ്ഞാനമാർഗത്തിലൂടെ പോകുമ്പോൾ, നമ്മൾ തത്വബോധത്തിലൂടെ പോകുമ്പോൾ ഈ അജ്ഞാനത്തിനെ എല്ലാം മാറ്റി മാറ്റി പോകുമ്പോൾ ഇതേപോലെ തന്നെ സംഭവിക്കണം. നമ്മുടെ ബോധതലത്തിൽ അറിവിൻ്റെ വെളിച്ചം ഉയരുന്നു. അങ്ങനെ സാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തുന്നു. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് യോഗ സാധന ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് സാധനകൾ ചെയ്യുന്നു എന്നല്ല, എത്തിച്ചേരേണ്ട തലത്തിനെ കുറിച്ച് പറയണം. ഇങ്ങനെ നമ്മൾ ഈ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, ജീവനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ സംസാരാനുഭവം തുടർന്നുകൊണ്ടിരിക്കും, സുഖദുഃഖങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരേ കാര്യം ഏതെങ്കിലും വിധത്തിൽ അവനവൻ ഏതാണോ സാധനാവിധികൾ അനുയോജ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ചിലരിതെല്ലാം കൂടി ചേർത്തിട്ടുള്ള സാധനങ്ങളുണ്ട്. ചില ആശ്രമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്. കർമ്മവും ഭക്തിയും ജ്ഞാനവും യോഗവും എല്ലാം ഉണ്ട്. അത് ഗുരുവിനറിയാം. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ കൂടെ നിന്ന് സാധന ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ആർക്ക് ഏതളവിൽ കൊടുക്കണം എന്നൊക്കെ ഗുരുവിനെ അറിയുള്ളൂ. നമ്മൾ പുസ്തകം നോക്കിയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും സാധന ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പിന്നേക്ക്. അപ്പോൾ ലക്ഷ്യം ഈ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്, പരമാത്മബോധത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിന് അനുയോജ്യമായ സാധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവനവനെ ശുദ്ധീകരിക്കണം. മായയെ
അല്ലെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കണം. അതാണ് ഇപ്പോൾ ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊന്നും കൂടി ആലോചിക്കാനുള്ളത്, ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇതുപോലെ നിർബന്ധമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒരു പ്രത്യേക യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് കുണ്ടലിനി ശക്തി ഉയർത്താൻ ശ്രമിക്കും. അത് പല വിധത്തിലൊക്കെ പോവും. അവിടെ വന്ന് ഭ്രമിച്ച് ബുദ്ധിഭ്രമം സംഭവിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ശരിയായ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നിട്ട് വേണം ഈ വക സാധനകളൊക്കെ ചെയ്യാൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താം എന്ന് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് മുന്നോട്ട് ഒരുപാട് പ്രതീക്ഷകളും പ്രചോദനങ്ങളും തരും ഈ വക മന്ത്രങ്ങളൊക്കെ. പക്ഷെ നമ്മൾ പുസ്തകം വായിച്ച് കാര്യം മനസ്സിലാക്കാൻ, അതിലപ്പുറം ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് സാധന ചെയ്തിട്ട് വേണം ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഇതും കൂടി നമ്മൾ ഓർമ്മിക്കാനുണ്ട് ഈ മന്ത്രത്തിൽ നിന്ന്. അപ്പോൾ എനിക്കിനി കുണ്ടലിനി ഉണ്ടോ, എൻ്റെ കുണ്ടലിനി ഉയർന്നോ, ഇതിപ്പോൾ നമ്മൾ ഈ BP നോക്കുമ്പോൾ മെർക്കുറി ഉയർന്ന പോലെ ഒരു ഉയർച്ചയല്ല. നമ്മളുടെ അറിവിൻ്റെ തലത്തിൽ നമ്മൾക്ക് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട്, മറ്റുള്ളവരോടുള്ള നമ്മളുടെ ബന്ധം, ഇതൊക്കെ നമ്മൾ സ്വയം വിശകലനം ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏതെല്ലാം തലത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. 17ാമത്തെ മന്ത്രം നോക്കാം. തം സ്വാശരീരാ പ്രവൃഹേത് മുഞ്ചാതിവേശികാം ധൈര്യേണ തം വിദ്യാത് ശുക്രമമൃതം തം വിദ്യാത് ശുക്രമമൃതമിതി. ശുക്രമമൃതമിതി എന്ന് പറഞ്ഞാൽ, ഇതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഇതി എന്നെപ്പോഴും കഴിയുന്ന സമയത്ത് ഇതോടുകൂടി അവസാനിച്ചു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞു, ഉപദേശം ഇതോടുകൂടി കഴിയാണ്. 17ാമത്തെ ഈ മന്ത്രത്തോടുകൂടി എന്താ പറഞ്ഞത്, അന്തരാത്മാവ്. നമ്മൾ മുമ്പ് അങ്കുഷ്ടമാത്ര പുരുഷ പഠിച്ചു. ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നു. എല്ലാവരുടെ ഉള്ളിലുള്ള അങ്കുഷ്ടമാത്രനായിരിക്കുന്ന പരമപുരുഷൻ എപ്പോഴും എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ പരമപുരുഷനെ ചിത്രകാരൻ പുൽക്കൂട്ടത്തിൽ നിന്ന് തൂലികയ്ക്ക് പറ്റിയവയെ വലിച്ചെടുക്കും പോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് നിർമ്മല ജ്ഞാന ദൃഷ്ടി കൊണ്ട് വേർതിരിച്ചറിയണം. അറിവിൻ്റെ ദൃഷ്ടി കൊണ്ട് വേണം അതിനറിയാൻ. അവനവൻ്റെ ഉള്ളിൽ എപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മപ്രകാശത്തിന്. അപ്പം എന്ത് വേണം, സംസാരവും മായയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തി. ഇതല്ല ദേഹം ആത്മാവാണോ? അല്ല. കാരണം ദേഹത്തിന് മാറ്റമുണ്ട്, ആത്മാവിന് മാറ്റമില്ല. ദേഹത്തിന് നാശമുണ്ട്, ആത്മാവിന് നാശമില്ല. അതുകൊണ്ട് ദേഹം ആത്മാവല്ല. ഇങ്ങനെയാണ് പറയുന്നത്. മനസ്സ് ആത്മാവാണോ? മനസ്സാത്മാവല്ല. കാരണം മനസ്സിന് ചലനമുണ്ട്, ആത്മാവിന് ചലനമില്ല. മനസ്സിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്, ആത്മാവിനതില്ല. ഇങ്ങനെ നമ്മൾ ഓരോ വിധത്തിൽ ഇങ്ങനെ പോകണം. തൈത്തിരീയ ഉപനിഷത്ത് പറയുകയാണെങ്കിൽ പഞ്ചകോശങ്ങൾക്കുള്ളിലാണ് ആത്മാവിരിക്കുന്നത് എന്നാ പറയുക. അപ്പം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ദേഹത്രയങ്ങൾക്കുള്ളിൽ ആത്മാവിരിക്കണം ഇങ്ങനെ പറയണം. അപ്പം അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 ശരീരമാണ് നമുക്കുള്ളത്. അന്നമയ കോശം ഈ കാണുന്ന ശരീരം, ഭക്ഷണം കഴിച്ചാൽ തടിക്കുകയും ഭക്ഷണം കഴിക്കാതിരുന്ന മെലിയൊക്കെ ചെയ്യുന്ന ശരീരം, അന്നമയ കോശം. ഇതിൻ്റെ ഉള്ളിൽ പ്രാണശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാണമയ കോശം. മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നിനേക്കാൾ സൂക്ഷ്മമാണ് ഉള്ളിലേക്ക് പോകുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ വിജ്ഞാനമയ കോശം, അതിൻ്റെ ഉള്ളിൽ ആനന്ദമയ കോശം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തൈത്തിരീയ ഉപനിഷത്തിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിലും പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന ശരീരം അന്നമയ കോശം മാത്രമല്ല സത്യം. ഇതിൻ്റെ ഉള്ളിൽ വേറെ 4 ശരീരം കൂടി ഉണ്ട്. 5 ഉറകൾക്കുള്ളിലാണ് ആത്മാവ് എന്ന് പറയാം. ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അടുക്കി വെച്ച പോലെ എന്നല്ല അർത്ഥം. ഉള്ളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്വർണ്ണക്കട്ട എടുത്തു വെച്ചു, അതാണ് അന്നമയ കോശം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്മാത്രകളിലേക്ക് പോവുക, അത് പ്രാണമയ കോശം. ഞാൻ ഒരു ഉദാഹരണം പറയണം. പ്രാണമയ കോശത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ, അതായത് തന്മാത്രകളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആറ്റംസ് കാണും. ഇങ്ങനെ. അപ്പോൾ ശരിക്ക് വേറെ വേറെയാണോ ചോദിച്ചാൽ അല്ല, ഒന്നും വേറെ വേറെയല്ല. സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നതിനാണ് പഞ്ചകോശങ്ങളുടെ ഉള്ളിലേക്ക് പോകുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ വസ്തുവിൽ നിന്ന് നമ്മൾ തന്മാത്രകളും ആറ്റവുമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോയ പോലെ അങ്ങനെ പോകുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് എവിടെയാണോ എത്തുന്നത്, പഞ്ചകോശങ്ങൾക്ക് ഉള്ളിൽ എപ്പോഴും
ഏറ്റവും അവസാനമായിരിക്കുന്ന ആത്മതത്വം അതെപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് മുമ്പ് ധ്യാനിക്കാൻ ഒരു രൂപം പറഞ്ഞു തന്നു. അതാണ് അങ്കുഷ്ടമാത്ര പുരുഷ എന്ന് പറഞ്ഞു. തള്ളവിരലിൻ്റെ രൂപത്തിൽ അത്ര വലിപ്പമുള്ള ഒരു രൂപം സങ്കല്പിക്കാൻ പറഞ്ഞത്. അത് മനസ്സ് ഏകാഗ്രമാവാനുള്ള സങ്കല്പ രൂപമാണ്. അല്ലാതെ ആത്മാവ് ഇങ്ങനെ ഒരു തള്ളവിരൽ പോലത്തെ ഒരു സാധനമാണ് എന്നൊന്നും വിചാരിച്ചു പോകരുത്. മനസ്സ് ഏകാഗ്രമാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അതിനെ നമ്മൾ അറിയണം. അറിവിൻ്റെ വെളിച്ചത്തിൽ വേണം അതിനറിയാൻ. അപ്പോൾ അറിവിൻ്റെ വെളിച്ചത്തിൽ അതിനെങ്ങനെ അറിയാം? അത് എപ്പോഴും അവിടെയുണ്ട്. പക്ഷെ അതിനെ മറച്ചിരിക്കുന്ന വസ്തുക്കളെ ഇല്ലാണ്ടാക്കണം. എന്തൊക്കെയാണ് അതിനെ മറച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത്. ദേഹം, ഈ കണ്ണ് അന്നമയ കോശം, അത് സ്ഥൂലദേഹം. പിന്നെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. ഇത് മൂന്നും കൂടി ചേരുന്ന സൂക്ഷ്മ ശരീരം. അതിൻ്റെയും ഉള്ളിൽ കാരണ ശരീരം, ആനന്ദമയ കോശം. ഇതിൻ്റെ ഉള്ളിൽ ആത്മാവ്. അപ്പം നമ്മൾ ഓരോ അനുഭവം വരുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും അതിനെ പ്രകാശിപ്പിക്കുന്ന ദേഹത്തിലേക്ക് നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ അറിവിനെ കേന്ദ്രീകരിക്കണം. അതാണ് അറിവിൻ്റെ വെളിച്ചത്തിൽ കാണുക, ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ആത്മസാക്ഷാത്കാരം നേടും. അങ്ങനെയാണ് ആത്മസാക്ഷാത്കാരം നേടേണ്ടത്. രണ്ട് കാര്യങ്ങൾ. പഞ്ചകോശങ്ങൾക്കുള്ള പരംപുരുഷനെ നമ്മൾ അറിയണം. ഇത് എളുപ്പമാണോ ചോദിച്ചാൽ, ഇതിൻ്റെ മുമ്പ് ഇതുവരെ പറഞ്ഞ എല്ലാ തത്വങ്ങളും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ വിഷയങ്ങളും ചൈതന്യത്തിൽ, ആത്മചൈതന്യത്തിൽ പ്രകടമാവുന്നതാണ് കണ്ടു. അപ്പം വിഷയങ്ങളിൽ നിന്ന് നമ്മൾ രൂപങ്ങളെ, നാമരൂപങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് അതാണ് ആത്മാവ്. ആത്മാവില്ലാതെ അനുഭവങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഓരോ അനുഭവത്തിൽ നിന്നും നാമരൂപങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവാണുള്ളത്. അപ്പോൾ വിഷയാനുഭവങ്ങളിൽ നമ്മൾ ആത്മസാന്നിധ്യം അറിയാൻ ശ്രമിക്കാം. ഇതൊക്കെ മുമ്പ് ഇപ്പം നചികേതസിന് യമധർമ്മൻ ഉപദേശിച്ചു കൊടുത്തു. അതവിടെ ഉപദേശിച്ചു കൊടുത്തു പറഞ്ഞാൽ അത് നമുക്കും കൂടിയുള്ള ഉപദേശമാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ജീവനുണ്ടെങ്കിലേ അനുഭവങ്ങളുള്ളൂ. ജീവൻ എന്താണ്? ആത്മാവ്. വളരെ സിമ്പിളാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ. പക്ഷെ ഓരോ അനുഭവം വരുമ്പോൾ നമ്മൾ അനുഭവത്തിനോടൊപ്പം ചേർന്ന് പോകും. എന്നിട്ട് നമ്മൾ സുഖ ദുഃഖങ്ങളാവും. അതിന് കാരണക്കാരുമായിട്ട് ശത്രുതയുണ്ടാവും, ഇല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പോകുന്നു. എപ്പോഴും ഓർമ്മിക്കാനുള്ള ഈ എല്ലാം ദേഹം, മനസ്സ്, ബുദ്ധി, ഇതിനെ ചൈതന്യവത്താക്കുന്നത് ആത്മാവാണ്. അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് ചൈതന്യവത്താവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ചൈതന്യമാണ് എപ്പോഴും ഉള്ളത്. എല്ലാ അനുഭവത്തിലും ഇതിനെ കാണാനുള്ള ശ്രമം. അങ്ങനെയുള്ള ആൾ ആത്മസാക്ഷാത്കാരം നേടുന്നു. ഇതാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഉപദേശം. ഇതി എന്നോടുകൂടി ഈ ഉപദേശം അവസാനിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ ഇങ്ങനെ എല്ലാ അനുഭവങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന ആത്മാവാണ് ഞാൻ എന്നറിയണം. ആ ആത്മാവിനൊരിക്കലും മരണമില്ല, ജനനവുമില്ല. അത് എപ്പോഴുമുള്ളതാണ്. അപ്പോൾ എന്നിൽ ഈ ദേഹം വന്നു നിന്നു, എന്നിലേക്ക് ലയിച്ചു. ഈ തലത്തിലേക്ക് എത്തണം. അപ്പം നചികേതസിൻ്റെ ചോദ്യം മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതായിരുന്നു. മരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. മരണം ഇല്ലെങ്കിൽ വന്നു നിന്നു പോയി എന്നത് ദേഹമാണ്. അത് പ്രതീതി മാത്രമാണ്. എപ്രകാരം സ്വപ്നം കാണുന്നുവോ അപ്രകാരമുള്ള പ്രതീതി മാത്രമാണ് ഈ ജനന മരണങ്ങൾ എന്നുള്ള. അജ്ഞാനത്തിൻ്റെ തലത്തിലേ അതുള്ളൂ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ അതില്ല. ഇതാണ് നമുക്ക് ഈ കഠോപനിഷത്തിൻ്റെ ഏറ്റവും മർമ്മമായിട്ട് പഠിക്കാനുള്ള കാര്യം. ഇതാണിപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒരു ക്യാപ്സ്യൂളായിട്ട്, രത്ന ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതുവരെ ഞാൻ വിചാരിച്ചത് ഞാൻ ഈ ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവനാണ് എന്നാണ്. അതേ തന്നെയായിരുന്നു നമ്മുടെ പ്രശ്നവും അജ്ഞാനവും. ഞാൻ ദേഹത്തിലിരുന്നുകൊണ്ട് ഇത് അനുഭവിക്കുന്നു. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ജീവൻ ആരാണ് എന്നാണ് അന്വേഷിക്കുക. അത് പരമാത്മാവാണ്. അപ്പോൾ പിന്നെ നമ്മൾ പരമാത്മാവിൻ്റെ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതിലാണ് ഈ ദേഹാദി കാര്യങ്ങളെല്ലാം, ജനനം മരണം എന്നുള്ളതൊക്കെ താൽക്കാലികമായിട്ട് ഉണ്ട് എന്ന് ഉണ്ടാവും. ജഗത് പ്രതീതി എന്നാ പറയാം. സ്വപ്നം കാണുന്നത് പോലെ തന്നെ ഉണർന്നിരിക്കുമ്പോൾ അത്ര ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഓർമ്മിക്കാനുള്ളതാണ്. സുഖം, ദുഃഖം, ലാഭം, നഷ്ടമൊക്കെ വരുമ്പോൾ ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇതൊക്കെ എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ
എനിക്ക് ജനനമോ മരണമോ ഇല്ല. അപ്പം നചികേതസിൻ്റെ ചോദ്യം അജ്ഞാനത്തിൻ്റെ തലത്തിലായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നചികേതസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നിട്ട് എന്തുണ്ടായി? നചികേതസ് തപസ് ചെയ്യാൻ പോയി. മൃത്യു പ്രോക്ത നചികേതോദലബ്ധ്വാ വിദ്യാമേതാം യോഗ വിധിം ച കൃത്സ്നം ബ്രഹ്മപ്രാപ്തോ വിരജോ ഭൂത് വിമൃത്യു അന്യോപ്യേവം യോ വിദദാത്മ്യമേവ. 18ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ഇങ്ങനെ ഈ ഉപദേശങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇതെല്ലാം അതേപടി കേട്ടു. എന്നിട്ട് നചികേതസ് സാധനകൾ ചെയ്യാൻ പോയി, തപസ് ചെയ്യാൻ പോയി. എന്നിട്ടിങ്ങനെ ഈ ആത്മോപദേശമൊക്കെ ശ്രവിച്ച നചികേതസ് അതിനെക്കുറിച്ച് ശ്രവണം, മനനം, നിധിധ്യാസനം, ഈ സമ്പ്രദായം എന്ന് പറയും നമ്മൾ, അതിൻ്റെ ഒരു പ്രോസസ്സ് ആണ്. ഇതിലൂടെ ആത്മസാക്ഷാത്കാരം നേടി ബ്രഹ്മസായുജ്യം നേടിയില്ലേ കൈവല്യപ്രാപ്തിയിലെത്തി മോക്ഷം നേടി എന്ന് പറയും. ഇതെന്തിനെങ്ങനെ പറഞ്ഞത്? ബ്രഹ്മസായുജ്യത്തെ പ്രാപിച്ചു ഇല്ലെങ്കിൽ മോക്ഷം നേടി എന്നെന്തിനാ പറയുന്നത്? യമധർമ്മൻ്റെ ഉപദേശങ്ങൾ കേട്ട് വിധിപ്രകാരം സാധനങ്ങൾ അനുഷ്ഠിച്ച് നചികേതസ് നേടേണ്ടത് നേടി. ഇപ്പോൾ യമധർമ്മൻ നചികേതസിന് എന്താണോ ഉപദേശിച്ചു കൊടുത്തത് അത് നമ്മൾ കേട്ടു അല്ലേ? ഗുരുവിൻ്റെ സങ്കല്പം കാരണം നമുക്കതെല്ലാം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത്രയും പുണ്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മോപദേശം കേട്ടത്. അപ്പോൾ ഇനി എന്ത് വേണം? ഇനി അതുപോലെയൊക്കെ വീണ്ടും വീണ്ടും ശ്രവണം ഉണ്ടായി, എന്തായാലും മനനം ചെയ്യണം. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് തത്വബോധത്തിലേക്ക് വരിക. അറിഞ്ഞിടത്തോളം കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക. അങ്ങനെ ജീവൻ മുക്താവസ്ഥയിലെത്താം. ഉപനിഷത്ത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇതിനെ ഇതേപടി അറിയുന്നവർ ബ്രഹ്മസായുജ്യത്തെ പ്രാപിക്കും. ഫലശ്രുതിയായിട്ട് മോക്ഷം കിട്ടും എന്നാണ് പറഞ്ഞത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഫലശ്രുതി നമ്മൾ എന്തൊക്കെയാണ് കേൾക്കാറുള്ളത്? ദുഃഖം മാറും, പാപം തീരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പലതും കേൾക്കും. ഇവിടെ ഉപനിഷത്ത് കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, ഇത് ഇതുപോലെ പഠിച്ച് ജീവിതത്തിൽ പകർത്തി സാധനകൾ ചെയ്യുന്നവർ ആത്മസാക്ഷാത്കാരം നേടും എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ഉപനിഷത്ത് ഇവിടെ അവസാനിക്കുന്നത്. അതൊരു ഉത്തരവാദിത്തമാണ്, ഗുരുവിൻ്റെ അനുഗ്രഹമാണ്, എല്ലാം ഈ ഒരു മന്ത്രത്തിലുണ്ട്. മോക്ഷം കിട്ടട്ടെ എന്ന് പറയുന്ന പോലെ എന്താണ് വഴി നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ആരും പറയില്ല. മോക്ഷം കിട്ടാനുള്ള എല്ലാ വഴിയും പറഞ്ഞു തരാം. പ്രയത്നം അവനവൻ ചെയ്യണം. എങ്ങനെ നചികേതസ് മോക്ഷപ്രാപ്തി നേടിയോ അതുപോലെ ഭൂമിയിൽ ഓരോ മനുഷ്യനും നേടാൻ സാധിക്കും എന്ന് ഒരു വലിയ പ്രഖ്യാപനത്തോടെ ഉപനിഷത്ത് അവസാനിക്കണം. അത് കാരണം സംസാര ദുഃഖമുള്ള എല്ലാവർക്കും അങ്ങനെ കാലാകാലം ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു മുന്നോട്ടുള്ളൊരു ശുഭാപ്തി വിശ്വാസം, ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട് ഈ ഉപദേശത്തിലൂടെ, ആത്മോപദേശത്തിലൂടെ. അതൊരു വലിയ കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും കിട്ടാത്തൊരു ഉപദേശമാണ് കഠോപനിഷത്ത് ഉപദേശം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കത് കിട്ടി, ഇന്നത് മുഴുവനായി. അപ്പം ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. അപ്പം നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഗുരുവിന് നന്നായിട്ട് നന്ദി പറയാം, പ്രണാമം ചെയ്യുക, സമർപ്പണ ബുദ്ധിയോടുകൂടി നിൽക്കുക. നമ്മളെപ്പോഴും അജ്ഞാനത്തിലാണെന്നുള്ള ഓർമ്മ വേണം. ആ അജ്ഞാനത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമം ഗുരു എപ്പോഴും കൂടിയുണ്ട് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഇങ്ങനെ ജീവൻ മുക്തരായിട്ട് മാറും എന്നിവിടെ ഉപദേശിക്കുന്നു. അങ്ങനെ എല്ലാവരും ജീവൻ മുക്തരായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ ഇത് ഗുരുവിന് സമർപ്പിക്കണം. ഗുരുവിൻ്റെ പാദത്തിൽ ഈ ഉപനിഷത്ത് പാഠം സമർപ്പിക്കണം. ശാന്തി മന്ത്രം അവസാനം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രഹ്മത്താൽ നമ്മൾ രക്ഷിക്കപ്പെടട്ടെ, ബ്രഹ്മത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മൾക്ക് ബ്രഹ്മജ്ഞാനം പ്രാപ്തമാവട്ടെ, നമ്മൾ തേജസ്വികളാവട്ടെ, പരസ്പരം വിദ്വേഷിക്കാതിരിക്കട്ടെ എന്നുണ്ട്. ഇതാണ് ശാന്തി മന്ത്രം.
പരസ്പരം വിദ്വേഷിക്കാതിരിക്കണമെങ്കിൽ എന്നിൽ നിന്ന് അന്യമായതിനോട് നമുക്ക് വിദ്വേഷം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒന്നാണ്, ഒരേ ആത്മാവിൻ്റെ ഭാഗമാണ്, ഒരേ ആത്മാവ് തന്നെയാണ്. ഏകാത്മബോധത്തിൽ വർത്തിക്കട്ടെ എന്നാണ് എല്ലാവരും. ഭിന്നതകളില്ലാതെ കാണാൻ സാധിക്കട്ടെ എന്നാണ്. അപ്പോഴേ വിദ്വേഷമില്ലാതിരിക്കുള്ളൂ. അപ്പോൾ പറയാൻ വിദ്വേഷാവഹൈ പറയാൻ എളുപ്പമാണെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. വിദ്വേഷം എപ്പോഴും അഹങ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്, അജ്ഞാനമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതിരിക്കട്ടെ. ഇത് രണ്ടും ഇല്ലാണ്ടാകുമ്പം ഏകാത്മബോധം പറയും. ഒരേ ആത്മാവ് തന്നെയാണ് എല്ലാവരും എന്ന ബോധത്തിൽ വർത്തിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ആധ്യാത്മിക, ആദിഭൗതികം, ആദിദൈവികമായ ശാന്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് അവസാനം ശാന്തി മന്ത്രം പറയും. ഇതോടുകൂടി ഈ ഉപനിഷത്ത് ക്ലാസ്